നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം ഹൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അറിയാം. 2 കാർഡ്സ് ഉണ്ട്. എനർജി പറയുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ജനറൽ റീഡിംഗ് വീഡിയോസ് ഒക്കെ കാണാൻ ആഗ്രഹമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്തേക്കുക. ഇൻസ്റ്റയിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ പേഴ്സണൽ ട്രേഡിംഗ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാം ത്രൂ ആണ് എടുക്കുന്നത്. സോ ഇൻസ്റ്റഗ്രാമിൽ ദ സോൾ പാർട്ട്ണർ ഇൻസ്റ്റഗ്രാം ഐ ഡിയിൽ വന്നിട്ട് DM ചെയ്താൽ മതി. റീഡിംഗ് എന്ന് DM ചെയ്താൽ മതി. പെയ്ഡ് ആയിരിക്കും, റീഡിംഗ് പെയ്ഡ് ആയിരിക്കും. സോ അതൊന്ന് ഓർത്തിട്ട് മെസ്സേജ് ചെയ്യാട്ടോ. കുറേ പേര് ഫ്രീ ആയിട്ട് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് DM ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് റിപ്പീറ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, കട്ട്സിൻ്റെ എനർജി നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ മൂൺ കാർഡും അതുപോലെ തന്നെ എംപ്രസ് കാർഡും വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ടെന്നാണ് കാണുന്നത്. അതായത് മൂൺ കാർഡ് എന്ന് പറയുന്നത്, മൂൺ കാർഡ് സൂചിപ്പിക്കുന്നത് പോലും അവരുടെ മനസ്സിൽ വലിയൊരു ആശയക്കുഴപ്പം, ഒരു കൺഫ്യൂഷനൊക്കെ നടക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. പക്ഷേ ഇതെന്ന് പറയുന്നത് നിങ്ങളെ ചതിക്കാനായിട്ടുള്ള ഒരു കാര്യമാണെന്ന് നിങ്ങൾ അർത്ഥമാക്കരുത്. അങ്ങനെയല്ല എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഇവിടെ എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ മറച്ചു വെക്കുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത് നിങ്ങളോട് പറയാൻ മടിക്കുന്ന ചില പേടിപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു ഭയമോ അല്ലെങ്കിൽ പഴയകാല എന്തെങ്കിലും ഒരു അനുഭവങ്ങളോ അതൊക്കെ അവരെ തടയുന്നുണ്ടായിരിക്കും. ചില കാര്യങ്ങൾ അവരല്പം വ്യക്തമില്ലാതെ തുടരാനായിട്ട് സാധ്യതയുണ്ട്. അത് നിങ്ങളെ ചതിക്കാനായിട്ടല്ല, പക്ഷെ നിങ്ങളോട് പറയാനുള്ളൊരു മടി, അല്ലെങ്കിൽ ഇൻ കേസ് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ അതെങ്ങനെ എടുക്കും, അല്ലെങ്കിൽ നിങ്ങൾക്കത് വിഷമമാവും, അങ്ങനെയുള്ള തോട്ട്സാണ് ഈ ഒരു പേഴ്സണുള്ളത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് എംബ്രസ് കാർഡ് വന്നിട്ടുണ്ട്. അതെന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ഒരു ആഴത്തെ കാണിക്കുന്നുണ്ട്. അതായത് വളരെയധികം സ്നേഹം, അതായത് നിങ്ങളോടൊരു ബഹുമാനവും കരുതലും ഒക്കെ ഈ ഒരു പേഴ്സൺ ഉണ്ടെന്നുള്ളതാണ് ഈ ഒരു കാർഡ് കാണിച്ചു തരുന്നത്. നിങ്ങളൊരു മനോഹരമായ വ്യക്തിയായിട്ടാണ് ഈ ഒരു പേഴ്സൺ കാണുന്നത്. അപ്പോൾ നിങ്ങളോടുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെടുമോ ഉള്ള പേടി കൊണ്ടോ ഒക്കെ ആയിരിക്കാം ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഈ ഒരു പേഴ്സൺ ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്നത്. അപ്പോൾ എംബ്രസ് കാർഡ് എന്ന് പറയുന്നത് തന്നെ നിങ്ങൾ അത്രത്തോളം വാല്യുബിൾ ആയിട്ട് ഈ ഒരു പേഴ്സൺ കാണുന്നുണ്ട്. മേ ബി നിങ്ങളും അതുപോലെ തന്നെ അവരെ ട്രീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഒരു കൺക്ലൂഷനോടും പറയുകയാണെങ്കിൽ ആ ഒരു പേഴ്സൺ എല്ലാം നിങ്ങളോട് തുറന്നു പറയുന്നില്ല എന്നുള്ളത് സത്യമാണ്. ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ട്, നിങ്ങൾക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ ആ രഹസ്യങ്ങളെ നിങ്ങളെ തകർക്കുന്ന ഒരു കാര്യമായിരിക്കില്ല. അതിലുപരി അവരുടെ സ്വന്തം മാനസിക ബുദ്ധിമുട്ടുകളായിരിക്കും. അത് സമയമാകുമ്പോൾ മേ ബി അത് തെളിഞ്ഞു വരും, അല്ലെങ്കിൽ നിങ്ങളോട് പറയുക തന്നെ ചെയ്യുമായിരിക്കും. പക്ഷെ ഇപ്പോൾ അവരെ അതിന് ഫോഴ്സ് ചെയ്യാതിരിക്കുന്നത് ആണ് നല്ലതെന്ന് തോന്നുന്നു. അവർക്ക് അല്പം സമയം കൊടുക്കുന്നതായിരിക്കും ഉചിതമെന്ന് ഈ ഒരു കാർഡ് കാണിച്ചു തരുന്നുണ്ട്. റീഡിംഗ് നിങ്ങൾക്ക് മാച്ച് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ട്രൂ എന്ന് കമൻറ്റ് ചെയ്യാം.